കൂട്ടുകാരെ, ഹിയർ വി ഗോ ടു ദ മൂവി സ്കൈ ഹൈ. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മുടെ പാരന്റ്സിന് സൂപ്പർ പവർ ഉണ്ടെങ്കിലോ? അത്തരത്തില് സൂപ്പർ ഹീറോസ് ആയ പാരന്റ്സിന്റെ മകനായി ജനിച്ച ഒരു പയ്യന്റെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. ഇവന്റെ പേരാണ് വിൽ. അവന്റെ അച്ഛനായ കമാൻഡറിന് സൂപ്പർ സ്ട്രെങ്ത് ആണ് പവർ. അമ്മയായ ജെറ്റ് പാക്കിന് പറക്കാനായി കഴിയും. എന്നാൽ നമ്മുടെ വില്ലിന്റെ പവർ എന്താണെന്ന് അവന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവന്റെ അച്ഛനും അമ്മയ്ക്കും അവന് പ്രത്യേകിച്ച് പവർ ഇല്ല എന്ന് അറിയത്തുമില്ല. കാരണം വില്ല് അവനെന്തോ പവർ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ഇവരുടെ മുന്നിൽ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട്. ഇന്ന് വില്ലിന്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അവനിന്ന് ഹൈസ്കൂളിലേക്ക് ആദ്യമായി പോകുന്ന ദിവസമാണ്. സ്കൈ ഹൈ എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്. സൂപ്പർ ഹീറോസിനെ ട്രെയിനിങ് ചെയ്യിക്കുന്ന സ്കൂളാണിത്. സോ അവിടെ ചെന്ന എന്തൊക്കെ ചെയ്യണമെന്ന് അച്ഛൻ അവനോട് പറഞ്ഞു കൊടുക്കാണ്. അവന്റെ അച്ഛനും അമ്മയും അവിടെയാണ് പഠിച്ചത്. ഇവനൊരു ഫ്രണ്ട് ഉണ്ട്. അവളുടെ പേരാണ് ലൈല. ഇവൾക്കും ഒരു സൂപ്പർ പവർ ഉണ്ട്. അവൾക്ക് പ്ലാന്റ്സിനെ നിയന്ത്രിക്കാനായി പറ്റും. വില്ലും ലൈലയും ഒന്നിച്ചാണ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ അവനെ കൂട്ടാനായിട്ട് അവൾ വന്നിരിക്കുകയാണ്. ഇവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു കോള് വരുന്നത്. ഈ നാട്ടിലുള്ള ഏറ്റവും ബെസ്റ്റ് സൂപ്പർ ഹീറോസ് ആണ് ഇവന്റെ അച്ഛനും അമ്മയും. അപ്പോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവരായിരിക്കും ആ നാടിനെ രക്ഷപ്പെടുത്താനായിട്ട് പോകുന്നത്. അങ്ങനെ ഇവർ അവരുടെ യൂണിഫോം ഒക്കെ ഇട്ട് നേരെ ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകുന്നു. സിറ്റിയിലൊരു വലിയ റോബോട്ട് വന്നിട്ടുണ്ട്. അവിടേക്ക് അവന്റെ അച്ഛനും അമ്മയും കൂടെ പാഞ്ഞെടുക്കാണ്. ഒറ്റയിടിക്ക് അച്ഛൻ ആ റോബോട്ടിനെ അങ്ങോട്ട് തകർത്ത് കളഞ്ഞു. ഇതെല്ലാം നമ്മുടെ വില്ലിന് ആദ്യ കാഴ്ചയൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട്. അങ്ങനെ ലൈലയും വില്ലും കൂടി സ്കൂൾ ബസ് നിർത്തുന്നിടത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് ചെറുപ്പം തൊട്ടുള്ള കൂട്ടാണ് കേട്ടോ. സ്കൂൾ ബസ് കയറിയപ്പോ കമാൻഡറിന്റെയും ജെറ്റ് പാക്കിന്റെയും മകനാണെന്ന് അറിഞ്ഞപ്പോ വില്ലിന് പ്രത്യേകമായിട്ട് സ്വീകരണമൊക്കെ ലഭിക്കുന്നുണ്ട്. ബസ് ഡ്രൈവറാണ് റോൺ. കുറെ പിള്ളേരും ഞങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും വലിയ ഫാൻസാ എന്നൊക്കെ പറയുന്നു. ബസ്സിൽ വെച്ച് വില്ലിന് ഒരു പുതിയ കൂട്ടിനെ കിട്ടും. അവന്റെ പേരാണ് സാക്ക്. അവന് ഗ്ലോ ചെയ്യാനുള്ള കഴിവാണുള്ളത്. എന്നാൽ വില്ലാണെങ്കിൽ അവന് പ്രത്യേകിച്ച് പവർ ഇല്ല എന്നുള്ള കാര്യം പറയുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ സ്കൂൾ ബസ്സിന് ഒരു പ്രത്യേക കഴിവുണ്ട്. ഇതിന് പറക്കാനായി പറ്റും. കാരണം സ്കൂളിന്റെ പേര് കൂട്ടുകാർ ശ്രദ്ധിച്ചിരുന്നു, സ്കൈ ഹൈ എന്നാണ്. ആകാശത്തില് പറന്ന് നിൽക്കുന്ന, ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്കൂളാണത്. സോ അവിടേക്ക് പോവാൻ പിന്നെ പറക്കണ്ടേ. ഈ ഡ്രൈവർ നല്ല അടിപൊളിയായിട്ട് ആ ബസ്സും പറപ്പിച്ച് അവിടേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കുന്നു. കുട്ടികളെല്ലാവരും അമ്പരന്നിരിക്കുവാണ്. അങ്ങനെ ആദ്യമായിട്ട് അവരവരുടെ സ്കൂളിലേക്ക് പോകുന്നു. വില്ലിന് ഡ്രൈവർ കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ ജൂനിയേഴ്സ് വരുന്നത് പ്രമാണിച്ച് സീനിയേഴ്സ് പലതും അവിടെ ചെയ്തു കൂട്ടുന്നുണ്ട്. ഇവന്മാരാണ് ലാഷും സ്പീഡും. ലാഷിന് വലിഞ്ഞ് നീളാൻ പറ്റും, സ്പീഡിനാണെങ്കിൽ ഒടുക്കത്തെ സ്പീഡുമാണ്. ഇവന്മാരൊരു തെമ്മാടികളാണ്. വരുന്നതാണ് ഗ്വെൻ. അവളും അവിടുത്തെ സീനിയർ ആണ്. ഇവളെ കണ്ടപ്പോ തന്നെ നമ്മുടെ വില്ലിന് അവളോട് ക്രഷ് അടിക്കുന്നുണ്ട്. അങ്ങനെ ജൂനിയേഴ്സ് എല്ലാവരും നേരെ ഒരു ഹാളിൽ കയറി പോവാണ്. ഇവരെ കൊണ്ട് ആദ്യം ചെയ്യിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രിൻസിപ്പൾ അവിടെ വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പവേഴ്സ് അനുസരിച്ച് നിങ്ങളെ ഹീറോസ് ആയിട്ടും ഹീറോയുടെ സപ്പോർട്ടിംഗ് ആയിട്ടും 2 കാറ്റഗറി ആയി തിരിക്കും. അതിനു വേണ്ടിയിട്ട് കോച്ച് ബൂമർ ഇപ്പൊ വരുമെന്ന്. അങ്ങനെ കോച്ച് ബൂമർ വന്ന് പറയും, നിങ്ങളുടെ പവേഴ്സ് നിങ്ങൾ ഇവിടെ വന്ന് കാണിക്കണം. എനിക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളെ ഞാൻ ഹീറോ ആക്കും, അല്ലെങ്കിൽ ഹീറോയിന്റെ സൈഡ് കിക്ക് ആക്കും. അതായത് ഹീറോയ്ക്ക് അത്യാവശ്യ സമയത്ത് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാക്കി മാറ്റും. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ലാരി എന്ന പയ്യനോട് വന്ന് അവന്റെ പവർ എന്താണെന്ന് കാണിക്കാൻ പറയാണ്. അവന് റോക്ക് മനുഷ്യനാക്കാനായിട്ടായിരുന്നു പറ്റുന്നുണ്ടായിരുന്നത്. കൂടാതെ സൂപ്പർ സ്ട്രെങ്ത്തും ഉണ്ടായിരുന്നു. നിനക്കൊരു ഹീറോ ആവാനുള്ള കഴിവുണ്ട്, നീ ഹീറോ കാറ്റഗറി. സാക്ക് വന്നു. സാക്കിന് ഗ്ലോ ചെയ്യാനുള്ള കഴിവാണുള്ളത്. പക്ഷെ അവിടെ ഇരുട്ടല്ലാത്തത് കൊണ്ട് അവൻ ഗ്ലോ ചെയ്യുന്നത് കാണുന്നില്ല. നീ സൈഡ് കിക്ക് ആയാൽ മതി, നിനക്കേ ഈ പവർ ഒന്നും സൂപ്പർ ഹീറോയുടെ അല്ല. അടുത്തത് ഏതൻ വന്നു. അവന് മെൽറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവനെയും ഇയാൾ പിടിച്ച് സൈഡ് കിക്ക് ആക്കി മാറ്റും. അങ്ങനെ കുറെ നേരങ്ങൾക്ക് ശേഷം മജന്ത വരും. മജന്ത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പവർ എന്താന്ന് വെച്ചാൽ അവൾക്ക് കുഞ്ഞൻ എലിയായി മാറാൻ പറ്റും. ഇത് ഇംപ്രസീവ് ആണ്, പക്ഷെ നിനക്കൊരു ഹീറോ ആവാനുള്ള ഇതൊന്നുമില്ല എന്നൊക്കെ പറയും. എന്നാൽ ലൈലയെ വിളിച്ചപ്പോ അവള് പറയും, എനിക്ക് എന്റെ കഴിവ് പ്രദർശിപ്പിക്കാൻ ഇഷ്ടമല്ലെന്ന്. നീയും സൈഡ് കിക്കാണ്. അടുത്തത് വിൽ, പക്ഷെ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ ഇവര് കഫറ്റേരിയയിൽ പോകും. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് വാറൻ എന്ന പയ്യനെ കാണും. വാറനും വില്ലും തമ്മിൽ പഴയൊരു കണക്ഷൻ ഉണ്ട്. വാറന്റെ അച്ഛനും വില്ലിന്റെ അച്ഛനൊക്കെ ഇവിടെയാ പഠിച്ചത്. വാറന്റെ അച്ഛന് എന്തോ പണിഷ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി വില്ലിന്റെ അച്ഛൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ദേഷ്യമാണോ അവന് എന്ന് വില്ല് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് തിരിച്ചു പോകുന്ന വഴിക്ക് ഗ്വെന്നിനെ കാണും. ഗ്വെന്നാണെങ്കിൽ വില്ലിനോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയാണ്. കാരണം കമാൻഡറിന്റെയും ജെറ്റ് പാക്കിന്റെയും മകനല്ലേ. അവനാണെങ്കിൽ ഇവളെ കാണുമ്പോ ബ്ലഷ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇവന്റെ ഫ്രണ്ട്സിനെ ആ ലാഷ് സ്പീഡും വന്ന് ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇവനോട് മുട്ടാൻ അവർക്ക് ധൈര്യമില്ല, ഇവന്റെ അച്ഛന്റെയും അമ്മയുടെയും കാര്യം ആലോചിച്ചിട്ട്. അങ്ങനെ നോൺ ബ്രേക്കിന് ശേഷം ഇവന്റെ കഴിവ് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല,
നീ ചുമ്മാ എന്നെ കളിയാകല്ലേ, നിന്റെ അച്ഛന് സൂപ്പർ സ്ട്രെങ്ത്തും അമ്മയ്ക്ക് പറക്കാനും പറ്റുമല്ലോ, ഒന്നെങ്കിൽ നിനക്ക് സൂപ്പർ സ്ട്രെങ്ത് ഉണ്ടാവും അല്ലെങ്കിൽ നിനക്ക് പറക്കാൻ പറ്റും, രണ്ടും ഇല്ല എന്ന് കണ്ടപ്പോ ഇവനെയും സൈഡ് കിക്ക് ആയിട്ട് പുള്ളി മാറ്റുകയാണ് ചെയ്യുന്നത്. അവൻ ഇച്ചിരി വിഷമൊക്കെ ആവുന്നുണ്ട്, എന്നാലും അവിടെ വെച്ച് അവനെ ഒരു ഇച്ചിരി പരിക്ക് പറ്റും. അന്നേരം അവൻ നേഴ്സിന്റെ റൂമിൽ പോകും. അപ്പൊ നേഴ്സ് പറയും എല്ലാവർക്കും അങ്ങനെ പവർ കിട്ടിക്കൊള്ളണമെന്നില്ല, ചിലവർക്ക് അതായത് അച്ഛനും അമ്മയുടെ അടുത്തുനിന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ട് പവർ കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും വാക്സ് അല്ലെങ്കിൽ ടോക്സിൻസിന്റെ ഇടയിൽ വീണിട്ട് പവർ കിട്ടും. ഇവിടെ പവർ ഇല്ലാത്ത ഒരേ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ ബസ് ഡ്രൈവർ ആയിട്ടുള്ള റോൺ ആണ്. ചിലപ്പോൾ നിന്റെ പവർ കുറെ നാള് കഴിഞ്ഞാൽ വരുമായിരിക്കും, ചിലപ്പോൾ നിന്റെ അച്ഛനും അമ്മയ്ക്കും പവർ ഉള്ളതുകൊണ്ട് നിനക്ക് പവർ ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ അവൻ വീട്ടിലെത്തും. ഇവിടെ അച്ഛനും അമ്മയാണെങ്കിൽ ഇന്ന് അവര് പ്രശ്നങ്ങളെല്ലാം തീർപ്പാക്കിയല്ലോ, അതിൽ നിന്ന് ഒരു ഹെൽമെറ്റ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്, അതായത് ട്രോഫി ആയിട്ട് കയ്യിൽ വെച്ചേക്കുവാണ്. മോന്റെ ആദ്യത്തെ ദിവസം കഴിഞ്ഞ അച്ഛനും അമ്മയും അവനൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. ഇവരാരെയും കയറ്റാത്ത അവരുടെ സീക്രട്ട് സാങ്ക്ടത്തിലേക്ക് മകനെ ആദ്യമായിട്ട് കൊണ്ടുപോവാണെന്ന് ഇപ്പൊ അച്ഛൻ പറയാണ്. നീ ഈ സ്ഥലത്തേക്ക് വേറെ ആരെയും കൊണ്ടുവരുത്, നമ്മുടെ സീക്രട്ട് പ്ലേസ് ആണെന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് പ്രോമിസ് വാങ്ങിയാണ് അച്ഛൻ അവനെ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് ഈ പുള്ളി ആ ഹെൽമെറ്റ് വെക്കുകയാണ്. ഇവരെവിടെ പ്രശ്നം ഒതുക്കി തീർക്കാൻ പോയാലും അവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ്, മെയിൻ ആയിട്ടുള്ള സാധനം ഇവിടെ കൊണ്ടുവന്ന് വെക്കും. അവിടെ പസിഫയർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് ഉണ്ട്. അവര് പഠിച്ചിരുന്ന കാലത്ത് അവിടെ നടന്നൊരു പ്രശ്നം ഇവർ തീർപ്പാക്കി കിട്ടിയതാണ്. അതിനെപ്പറ്റിയൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു ബോർഡ് കാണിച്ചിട്ട് ഇവിടെ വേണം നിന്റെ സാധനങ്ങളൊക്കെ വെക്കാനെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ അച്ഛന്റെ അടുത്ത് അവനൊരു സൈഡ് കിക്ക് ആണെന്ന് പറഞ്ഞില്ല. പുള്ളി ഇന്ന് കൊണ്ടുവന്ന വെച്ച ഹെൽമെറ്റില് അയാൾ അറിയാതെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു കേട്ടോ, അത് നമുക്ക് കാണാം. അന്ന് രാത്രിയില് ഇവൻ വിഷമിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ലൈല അവന്റെ അടുത്തോട്ട് വരികയാണ്. അച്ഛന്റെ അടുത്ത് ഞാനൊരു സൈഡ് കിക്കാന്ന് എങ്ങനെ പറയും, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ സൈഡ് കിക്ക് ആവുന്നതേ അത്ര വലിയ ഇഷ്യൂ ഒന്നും അല്ലടാ. സൈഡ് കിക്ക് ഉണ്ടെങ്കിലല്ലേ ഒരു ഹീറോയ്ക്ക് ബെറ്റർ ആയിട്ട് പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളും ഒരു തരത്തിൽ ഹീറോസ് ഒക്കെ തന്നെയാണ് എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കും. അവനും ഓക്കെ ആവും. പിറ്റേ ദിവസം ക്ലാസ്സിൽ പോവാണ്. മിസ്റ്റർ ബോയ് എന്ന് പറയുന്ന ഒരു സാറ് വന്ന് ഇവരെ ക്ലാസ് എടുക്കാൻ തുടങ്ങും. ഹീറോ സപ്പോർട്ട് ടീമിനെ ക്ലാസ് എടുക്കാനായിട്ട് കുറച്ച് സാറുമാരും ഹീറോസിനെ ക്ലാസ് എടുക്കാൻ വേറെ കുറച്ച് സാറുമാരുമാണ്. അങ്ങനെ ഇവർ ഓരോരുത്തരുടെയും പവേഴ്സിനെ പറ്റിയിട്ട് ആ പവർ എങ്ങനെ ഒരു ഹീറോയ്ക്ക് യൂസ്ഫുൾ ആക്കാം എന്നൊക്കെ സാറ് പറഞ്ഞു കൊടുക്കാണ്. എന്നിട്ട് പറഞ്ഞു ഞാൻ കമാൻഡറിന്റെയും ജെറ്റ് പാക്കിന്റെയും ഹീറോ സപ്പോർട്ട് ആയിരുന്നു എന്ന്. പക്ഷെ എന്റെ അച്ഛനും അമ്മയും നിങ്ങളെ പറ്റി പറഞ്ഞു കേട്ടിട്ടേ ഇല്ല എന്ന് വില്ല് പറയുമ്പോൾ ഞാൻ അവരൊത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരെന്നെ മറന്നുപോയി കാണും എന്ന് പറഞ്ഞ് നമ്മുടെ മിസ്റ്റർ ബോയ് സ്വന്തമായിട്ട് അങ്ങോട്ട് ആശ്വസിക്കും. അപ്പോഴേക്കും അവിടെ ഇരുട്ടി വരും കേട്ടോ. അന്നേരം നമ്മുടെ ജാക്കിന്റെ പവറാണ് യൂസ്ഫുൾ ആവുന്നത്. അപ്പോഴാണ് നമ്മുടെ മിസ്റ്റർ മെഡുല്ല എന്ന സാറ് വന്നിട്ട് പറയാ ഞാൻ അപ്പുറത്തെ ഒരു പരീക്ഷണം ചെയ്തിട്ടാട്ടോ കറണ്ട് പോയെന്ന്, ക്ഷമിക്കണം എന്നൊക്കെ പറയും. അങ്ങനെ ക്ലാസ് ഒക്കെ നല്ല കൃത്യമായിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ക്ലാസ് പിന്നെ സൂപ്പറാ, കാരണം ഹീറോസിന്റെ പോലെ അത്രയും കഠിനമായ പരിശീലനമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇവരെല്ലാവരും ഫണ്ണി നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വില്ലിടയ്ക്ക് ഫ്രണ്ട്സിനെ വീട്ടിൽ വിളിക്കാറുണ്ട്. അന്ന് ആദ്യമായിട്ടാണ് വില്ലിന്റെ അച്ഛനെ ഇവര് നേരിട്ട് കാണുന്നത്. എല്ലാവരും ആരാധിക്കുന്ന കമാൻഡറിനെ കാണുമ്പോൾ ഇവർക്കും ഭയങ്കരമായിട്ട് സന്തോഷം വരികയാണ്. അന്ന് വില്ലൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, അവനൊരു സൈഡ് കിക്ക് ആണെന്നുള്ളത് അച്ഛനോട് തുറന്നു പറയണം. അങ്ങനെ അച്ഛൻ ഇവർക്ക് ഡ്രിങ്ക്സ് എടുക്കാൻ പോകുന്ന സമയത്ത് വില്ലും കൂടെ പോകും. അപ്പൊ വില്ലിന്റെ അടുത്ത് അച്ഛൻ ചോദിക്കും നീ സൈഡ് കിക്കുമായിട്ട് കൂട്ടായത് ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യം തന്നെ, സാധാരണ അങ്ങനെ ആർക്കും ധൈര്യം ഉണ്ടാവാറില്ല. അപ്പൊ സൈഡ് കിക്ക് മോശമാണോ എന്നവൻ ചോദിക്കും. അല്ല സൈഡ് കിക്ക് മോശമൊന്നുമല്ല, പക്ഷേ കുഴപ്പമില്ല. അപ്പോ ഞാൻ സൈഡ് കിക്ക് ആയാലും കുഴപ്പമില്ലല്ലോ. ഇല്ല എന്താ? എന്നാ പിന്നെ ഞാൻ സൈഡ് കിക്കാ. പിന്നെ നീ ചുമ്മാ പറയാതെ. അല്ല അച്ഛൻ ഞാൻ സൈഡ് കിക്കാ എന്ന് പറയുമ്പോ അച്ഛന് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വരും. നീ സൈഡ് കിക്കോ? അതാ ബൂമറിന്റെ പ്രശ്നമായിരിക്കും, ഞാനിപ്പോ സ്കൂളിൽ വിളിക്കുമെന്ന് പറഞ്ഞ പുള്ളി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അല്ല എനിക്കൊരു പവറും ഇല്ല, അതൊന്നും അച്ഛൻ അറിയില്ലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുമില്ല എന്ന് പറയുമ്പോ പുള്ളി ആകെ മൊത്തം അപ്സെറ്റ് ആവും. എന്തായാലും അച്ഛന്റെ അടുത്ത് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞൊരു സമാധാനം നമ്മുടെ വില്ലിനുണ്ടായിരിക്കും. അതവൻ അവന്റെ ഫ്രണ്ട്സിനോടും പറയും. ഇപ്പോഴാ ഒരു ആശ്വാസമായത്. എന്നിട്ട് അവര് പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് വീണ്ടും തുടങ്ങും കേട്ടോ. പക്ഷെ അവന്റെ അച്ഛന് ഇത് ആലോചിച്ച് ഭയങ്കര വിഷമമാണ്. സൂപ്പർ ഹീറോസ് ആയ നമ്മുടെ മകനൊരു സൂപ്പർ കഴിവില്ലെന്നോ, അങ്ങനെ വന്ന എല്ലാവരും നമ്മളെന്തോ പറയും. അമ്മ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്. അവന്റെ കഴിവ് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കേണ്ടി വരും, നിങ്ങളിങ്ങനെ ബേജാറാവാതെ എന്നെല്ലാം പറയും. പിറ്റേ ദിവസം ആവട്ടെ ആ സ്പീഡും ലാഷും കൂടി നമ്മുടെ റോണിന്റെ തൊപ്പി വലിച്ചൂരും. അന്നേരം വില്ല് വന്ന് പുള്ളിയെ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്യും. അവനിങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇതിന്റെ ദേഷ്യത്തിന് അന്ന് കഫറ്റേരിയയിൽ ഫുഡ് കൊണ്ടുപോകുമ്പോ വില്ലിനവന്മാര് ഇടിച്ചിടും. അവൻ പോയി നേരെ വീഴുന്നത് വാറിന്റെ ദേഹത്തോട്ട്. അങ്ങനെ ഇവന്മാര് തമ്മിലൊരു ഫൈറ്റ് അവിടെ നടക്കും. വാറിന്റെ കഴിവ് എന്താണെന്ന് വെച്ചാ അവൻ ദേഷ്യം വന്ന ടെമ്പർ ആയിട്ടുണ്ടെങ്കിൽ അവൻ നിന്ന് കത്തും. അതായത് റിയലി അവൻ നിന്ന് കത്തും. ഇവന്മാരുടെ അടിക്കിടയിൽ മറ്റൊരു കാര്യം സംഭവിച്ചു.
നമ്മുടെ വില്ലിന് സൂപ്പർ പവർ ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കി. ഈ വാറൻ കയറി നിന്നിരുന്ന ഒരു ടേബിള് നമ്മുടെ വില്ല് അവൻ പോലും അറിയാതെ എടുത്തങ്ങോട്ട് പോക്കും. അതായത് അവന്റെ അച്ഛന്റെ സൂപ്പർ പവർ അവനും ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ വില്ല് അത് വച്ച് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വാറനും വില്ലും തമ്മിൽ കിടിലൻ ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവനെ സൈഡ് കിക്കാക്കി മാറ്റിയ കോച്ച് ബൂമർ വരെ ഈ ചെറുക്കന് ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നോ എന്ന് പറഞ്ഞ് ഇവനെ നോക്കുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് പ്രിൻസിപ്പൽ വരുമ്പോഴേക്ക് ഇവരെല്ലാം ഒതുക്കി തീർത്തു. പക്ഷെ കഫറ്റേരിയ ആകെ നശിപ്പിച്ചതുകൊണ്ട് ഇവന്മാരെ ഡിറ്റൻഷൻ റൂമിലേക്ക് ആക്കും. ഈ ഡിറ്റൻഷൻ റൂമിന് ഒരു പ്രത്യേകതയുണ്ട്, ഇവരുടെ സൂപ്പർ പവർ ഒക്കെ ഇവിടെ ന്യൂട്രലൈസ് ആവും. അങ്ങനെ നിങ്ങൾ കുറച്ചു നേരം ഇവിടെ നിന്ന് സംസാരിച്ച് പുറത്തിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ പോകും. എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, നമുക്ക് ഇവിടെ വെച്ച് കൂട്ടാവാന്ന് വില്ലു പറയുമ്പോൾ അത് നിന്റെ മറ്റിടത്ത് പോയി പറഞ്ഞാൽ മതി എന്ന് നമ്മുടെ വാറൻ റിപ്ലൈ കൊടുക്കും. അന്ന് അവൻ നല്ല ഹാപ്പി ആയ തിരിച്ചു തോന്നിയ, പക്ഷെ അവന്റെ അച്ഛനും അമ്മയും ഒടുക്കത്തെ ദേഷ്യത്തിലായിരുന്നു. സൂപ്പർ പവർ ഒക്കെ ഓക്കെ, പക്ഷേ നീ എന്തിനാ കഫറ്റേരിയ നശിപ്പിച്ചേ? നിനക്ക് ഇപ്പൊ അച്ഛൻ ശിക്ഷ തരുമെന്നും പറഞ്ഞ് അമ്മ അവനെ അച്ഛന്റെ കൂടെ അയക്കും. പക്ഷെ പുള്ളി ഇവനെ ശിക്ഷിക്കുന്നില്ല. പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. പുള്ളിയുടെ കഴിവല്ലേ കിട്ടിയിരിക്കുന്നത്. അയാള് ഇവനൊരു സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഹെൽമെറ്റ് വഴി ഇവരുടെ ശത്രുക്കള് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവന്റെ പവർ എന്താണെന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ക്ലാസ്സിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വില്ലിന് സൂപ്പർ പവർ കിട്ടിയത് പ്രമാണിച്ച് അവനെ ഈ ഒരു ഹീറോ സപ്പോർട്ട് ഗ്രൂപ്പിൽ നിന്ന് ഹീറോ ഗ്രൂപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവന്റെ ഫ്രണ്ട്സിനെ വിട്ടുപോകാൻ അവന് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ നീ പോയിട്ട് വാ, നമ്മളെല്ലാവരും നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കുന്നുണ്ട് ഹാപ്പി ആയിട്ട്. അവിടെ പോയപ്പോ എല്ലാവരും ടീമപ്പ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. നമ്മുടെ വില്ലിന് ടീമപ്പ് ആവാൻ ഇനി ആരുമില്ല. അതുകൊണ്ട് സീനിയർ ആയിട്ടുള്ള ഗ്വെന്നിന്റെ കൂടെ ഇരുന്നോ എന്ന് നമ്മുടെ മെഡുല്ല സാറ് പറയും. ഈ ഗ്വെന്നിനും ഇവന്റെ അടുത്ത് ചെറിയൊരു ക്രഷ് ഉണ്ടായിരുന്നെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഗ്വെന്നിന്റെ പവർ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ടെക്നോളജി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വില്ലിന് കൊടുക്കുന്ന ടാസ്കുകളൊക്കെ അവളുടെ പവർ ഉപയോഗിച്ച് അവളെ ചെയ്തു കൊടുക്കും. ഇത് കാണുന്ന മെഡുല്ല സാറ് അവനെ എന്തെങ്കിലും ഒന്ന് പഠിച്ചോട്ടെ, നീ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യല്ലേ എന്നെല്ലാം അവരുടെ അടുത്ത് പറയും. അന്ന് ഉച്ചയ്ക്ക് ഇവര് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ വില്ലിനെ കൂടെ ഇരുത്തുകയാണ് ഗ്വെൻ. എന്നാൽ വില്ലിന്റെ ഫ്രണ്ട്സിനെ ഇവര് കൂടെ ഇരുത്തുന്നില്ല മനഃപൂർവ്വം. അതാലോചിച്ച് വില്ലിന് ഇച്ചിരി സങ്കടമുണ്ട്, കാരണം ലൈലയ്ക്ക് എന്തെങ്കിലും തോന്നുമോ എന്ന്. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മുടെ വില്ല് നേരെ ലൈലയുടെ അടുത്തോട്ട് പോവാണ്. എനിക്കറിയാം നിനക്ക് വിഷമായെന്ന്, പക്ഷെ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് ഇന്ന് 8 മണിക്ക് നമുക്ക് ആ ചൈനീസ് റെസ്റ്റോറന്റിൽ പോയാലോ, നിനക്ക് അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമല്ലേ എന്ന്. എന്നാ വില്ലിന്റെ കുറച്ച് ഫ്രണ്ട്സിനെ ആ ലാഷും സ്പീഡും കൂടെ ചുമ്മാ പഞ്ഞിക്കിട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അവന്മാരെന്ത് ചെയ്യും, വില്ലിനെ വെച്ചൊരു ബെറ്റ് അങ്ങോട്ട് വെക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു കോമ്പറ്റീഷൻ ഇല്ലേ, അന്ന് ആ സമയത്ത് നിങ്ങളെ ഇവൻ തോൽപ്പിക്കും, ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാത്റൂം ഇവൻ ക്ലീൻ ചെയ്യുമെന്ന്. നമ്മുടെ വില്ല് പോലും അറിയാതെ അവനിട്ടൊരു പണി കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ കോമ്പറ്റീഷന്റെ ടൈം ആയിരിക്കുകയാണ്. സൂപ്പർ വില്ലനായിട്ടും സൂപ്പർ ഹീറോസ് ആയിട്ടും ഒരു ടീം ഉണ്ടായിരിക്കും. നമ്മുടെ വില്ലിന്റെ കൂടെ ടീമപ്പ് ആയിട്ട് വാറൻ ആണ് ഉണ്ടായിരുന്നത്. ലാഷും സ്പീഡും അന്നേരം സൂപ്പർ വില്ലൻസ് ആവും. ഈ വില്ലൻസിനെ എങ്ങനെയെങ്കിലും തോൽപ്പിച്ച് അവിടെ ഒരു ബൊമ്മ ഉണ്ടായിരിക്കും, ആ ബൊമ്മയെ രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടി വില്ലും വാറനും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുകയും വേണം. ഇവന്മാർ രണ്ടുപേരും ആദ്യം കുറച്ച് കച്ചറ കളിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ലാഷിനെയും സ്പീഡിനെയും അവസാനം ഇവന്മാർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് തകർത്തെറിയും കേട്ടോ. എന്നിട്ട് കറക്റ്റ് ഒരു 5 സെക്കൻഡ് ബാക്കിയുള്ള സമയത്ത് അവിടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ടായിരിക്കും, അതിനെ അങ്ങോട്ട് രക്ഷപ്പെടുത്തുകയും ചെയ്യും. അതോടുകൂടി നമ്മുടെ ലാഷിന്റെയും സ്പീഡിന്റെയും സകല അഹങ്കാരം അങ്ങോട്ട് മാറി കിട്ടും. നമ്മുടെ വില്ലിനെ ശരിക്കും എല്ലാവരും ഒരു സൂപ്പർ ഹീറോ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കാണുകയും ചെയ്യും. കാരണം ഈ കോമ്പറ്റീഷനിൽ ഇപ്പൊ കുറെ ആയിട്ട് സൂപ്പർ വില്ലൻസ് ആണ് ജയിച്ചുകൊണ്ടിരുന്നത്, ഹീറോസ് അങ്ങനെ ജയിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും ഹാപ്പി. പക്ഷെ വില്ലനാണെങ്കിൽ അറിയാതെ അവന്റെ ഫ്രണ്ട്സിനെ നോക്കാൻ മറക്കും. അവൻ എപ്പോഴും ഗ്വെന്നിന്റെ ടീമിന്റെ ഒപ്പം ആയിരിക്കും. അന്ന് വൈകുന്നേരം ഗ്വെൻ ഇവന്റെ വീട്ടിലോട്ട് വരും. അങ്ങനെ ഗ്വെന്നിന് ഇവന്റെ അച്ഛനും അമ്മയും കണ്ട് ഭയങ്കര ഹാപ്പി ഒക്കെ ആവും. അവള് പറയും സ്കൂളിൽ വെച്ച് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഒരു സൂപ്പർ ഹീറോ അവാർഡ് നൈറ്റ്. അന്ന് ഏറ്റവും ബെസ്റ്റ് സൂപ്പർ ഹീറോയ്ക്കുള്ള അവാർഡ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് എന്റെ ആഗ്രഹം എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ കൂടെ ഡിന്നറൊക്കെ കഴിക്കാൻ അവള് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലൈല ഇന്ന് വില്ല് പറഞ്ഞല്ലോ 8 മണിക്ക് ചൈനീസ് റെസ്റ്റോറന്റിൽ കാണാന്ന് പറഞ്ഞു, അവിടെ ഇവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ അതൊന്നും ഓർക്കാതെ ഇവരുടെ കൂടെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തമാശയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വില്ലിന്റെ പാരന്റ്സ് വിചാരിച്ചത് ഇവള് ഇവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നാണ്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ലൈലയുടെ അടുത്തോട്ട് വാറൻ വരുന്നത്. അവൻ ഈ റെസ്റ്റോറന്റില് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാറൻ കുറച്ചു നേരം അവൾക്ക് കമ്പനി കൊടുക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അവളുടെ അടുത്ത് അവൻ അന്നേരം ഒരു സീക്രട്ട് കാര്യം ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഇവന്റെ അച്ഛന്റെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ടെന്നി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിനെ പറ്റി, ഇവരുടെ ക്ലാസ്മേറ്റിനെ പറ്റിയിട്ടൊക്കെ ഇവരെടുത്തിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവളെ പെട്ടെന്ന് കാണാതായതാണ്, അവൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ലെന്ന്. ഇവിടെ ലൈലയുടെ അടുത്ത് വാറൻ ചോദിക്കുകയാണ്, നിനക്ക് വില്ലിനെ ഇഷ്ടമാണെന്ന് കണ്ടു നിൽക്കുന്നവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്, നീ എന്താ അത് തുറന്നു പറയാത്തത്? ഈ ഇഷ്ടം ഒളിപ്പിച്ച് വെക്കാനാണ് ഏറ്റവും പാട്, അത് തുറന്നു പറയുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം. നീ എന്തായാലും അത് പറയണമെന്ന് വാറൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവന്റെ ബോസ് അവന് ചീത്ത പറയും. അങ്ങനെ അവൻ അവിടെ നിന്ന് എണീറ്റും. ലൈല പിന്നെയും കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. അന്ന് രാത്രിയില് വില്ല് ഗ്വെന്നിനെ വീട്ടിൽ വരെ കൊണ്ടാക്കാൻ പോകും. അപ്പോഴാണ് ഗ്വെൻ
അവന്റെ അടുത്ത് അവൾക്ക് ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറയുന്നത്. പക്ഷെ പെട്ടെന്ന് അവളുടെ അച്ഛൻ കയറി വരും. അതുകൊണ്ട് അവളൊന്നും പറയാതെ അകത്തോട്ട് പോവെങ്കിലും പിന്നീട് തിരിച്ചറിഞ്ഞു വന്നിട്ട് ഇവനൊരു കിസ് കൊടുത്തിട്ട് പോകും. അവന് ശരിക്ക് എന്താ പറയാ, അത്രയും ഹാപ്പി ആയിരുന്നു. അവൻ നമ്മുടെ ലൈലയുടെ കാര്യമൊക്കെ മറന്നുപോയി. ഇവിടെ ഇവർക്ക് ആവശ്യമുള്ളത് എന്താന്ന് വെച്ചാൽ, ശത്രുക്കൾക്ക് ആവശ്യമുള്ളത് എന്താന്ന് വെച്ചാൽ ആ പെസിഫയർ ആയിരുന്നു. അത് കമാൻഡറിന്റെ സീക്രട്ട് സാങ്ക്ടത്തിലാണല്ലോ ഇരിക്കുന്നത്. പിറ്റേ ദിവസം നമ്മുടെ ലൈല ഇതൊന്നും ഈ തലേ ദിവസം ഉണ്ടായതൊന്നും ഓർക്കാതെ നമ്മുടെ വില്ലിന്റെ അടുത്ത് വന്നിട്ട് ഇഷ്ടമാണെന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്ക് വില്ല് ഇവളുടെ അടുത്ത് പറയും, ഗണ്ണി ഇന്നലെ എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു, ഞാൻ എത്ര ദിവസമായിട്ട് വെയിറ്റ് ചെയ്യാണെന്ന്. നമ്മുടെ ലൈലയ്ക്ക് ആകെ മൊത്തം വിഷമമായി. അവിടെ അവാർഡ് നൈറ്റിന് ആരെ കൂടെയാ നീ പോകുന്നേ എന്ന് വില്ല് ചോദിക്കുമ്പോൾ ലൈല പറയും, അത് പിന്നെ വാറന്റെ കൂടെ. അവന്റെ ശത്രുവല്ല, നീ എപ്പോഴാ അവനോട് കൂട്ടായെന്ന് പറയുമ്പോൾ, ഇന്നലെ രാത്രി 8 മണിക്ക് ഞാൻ നിന്നെ എത്ര വെയിറ്റ് ചെയ്തെന്ന് അറിയോന്ന് ചോദിച്ച് ദേഷ്യം വന്ന് അവള് കഫറ്റേറിയയിൽ കയറിപ്പോവും. അന്ന് വാറന്റെ കൂടെ ഇവളിങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മുടെ വില്ലിന് എങ്ങനെയെങ്കിലും ജലസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എന്നാ വാറനാണെങ്കിൽ എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴും പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യേ, അവനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെല്ലാം പറഞ്ഞ് ഇവള് കൂടെ പിടിച്ചിരുത്തും. വില്ലിനെ എവിടെ വെച്ചിട്ട് ഇവന്റെ കൂടെ കണ്ടു കഴിഞ്ഞാലും അപ്പോ നമ്മുടെ ലൈല പോയിട്ട് വാറിന്റെ അടുത്തിരിക്കും, അവനെ ചുമ്മാ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. വാറിന് ഇതിലെ ഇഷ്ടമൊന്നുമല്ല. അന്ന് വൈകുന്നേരവും ഗൺ വില്ലിന്റെ വീട്ടിൽ വരും. അവിടെ അവന്റെ പാരന്റ്സ് ഉണ്ടാവില്ല. നാളെ അവാർഡ് നൈറ്റ് നടക്കാണ്, അതിന്റെ ഒരു മീറ്റിംഗ് ആവശ്യമുണ്ട്, ഇവിടെ നിന്റെ പാരന്റ്സ് ഇല്ലാത്തത് കൊണ്ട് അവരെയൊക്കെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം അവൻ സമ്മതിക്കില്ല. പക്ഷെ ഗവന് എന്തെങ്കിലും വിഷമാവോ എന്ന് തോന്നിയിട്ട് എന്നാൽ ശരി, കുറച്ചുപേരല്ലേ ഉള്ളൂ, മീറ്റിംഗ് അല്ലേ എവിടെ വെച്ച് നടത്താം, പെട്ടെന്ന് കഴിഞ്ഞാൽ മതി എന്ന് പറയും. പക്ഷെ അവള് മീറ്റിംഗ് എന്ന് പറഞ്ഞത് ശരിക്കും ഒരു പാർട്ടി എൻവയോൺമെന്റ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എല്ലാ സൂപ്പർ ഹീറോസും അവിടെ ഉണ്ട്. 3-4 പേരും വരുമെന്ന് വിചാരിച്ചെടുത്ത 100 പേര് അധികം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്കാര്യം ചോദിക്കുമ്പോൾ ഇതിപ്പോ ഒരു രസല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗവന് ഇവനെ തണുപ്പിക്കുകയാണ്. ശേഷം നമുക്ക് എവിടെയെങ്കിലും സീക്രട്ട് ആയിട്ട് ഒറ്റയ്ക്ക് പോയിരുന്നാലോ എന്ന് പറഞ്ഞ് ഇവനെ ഇങ്ങനെ സീക്രട്ട് സാങ്ക്ടത്തിലേക്ക് അവൾ എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഓക്കെ എന്നാ പിന്നെ ഇവിടെ വെച്ച് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാന്നൊക്കെ അവള് പറയാണ്. ഈ സമയത്ത് ലൈല ഇവിടെ എന്താ പാർട്ടി എന്ന് പറഞ്ഞ് അവിടെ കയറി നോക്കും. സീക്രട്ട് സാങ്ക്ടത്തിൽ എത്തിയ ഉടനെ തന്നെ ഗവൻ നമ്മുടെ വില്ലിന് ഒരു കിസ് കൊടുക്കും. ആ സമയത്ത് സ്പീഡ് അവിടെയുള്ള പെസിഫയർ എടുത്തുകൊണ്ട് പോകും. ഇവിടെ കയറി വന്ന ലൈലയുടെ അടുത്ത് ഗവൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഗവൻ പറയും, നിന്നെ ഈ പാർട്ടിക്ക് അവൻ വിളിക്കാതിരുന്നത് നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ, പിന്നെ നീ എന്തിനാ വലിഞ്ഞേറി ഇങ്ങോട്ട് വന്നത്, നിന്നോട് സംസാരിക്കാൻ പോലും അവന് താല്പര്യമില്ല, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ എന്ന്. ഇത് കേട്ട് വിഷമത്തോടെ നമ്മുടെ ലൈല തിരിച്ചിറങ്ങി പോകുമ്പോൾ വില്ല അവളുടെ അടുത്ത് വന്നിട്ട് എന്ത് പറ്റി, നീ എന്തിനാ ഇങ്ങനെ ഇറങ്ങി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നീയും നിന്റെ ഗവനും കൂടി എന്തെങ്കിലും അയക്കോ എന്ന് പറഞ്ഞാൽ അവൾ വിഷമിച്ചു പോകും. ഗവൻ എന്തോ അവളുടെ അടുത്ത് പറഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ വില്ല് വന്ന് ചോദിക്കുകയാണ്. അപ്പോ നമ്മുടെ ഗവൻ പറയും, നമ്മുടെ ഇടയിൽ അവള് വേണ്ട എന്ന്. നീയേ ഇപ്പൊ വന്നതാ, എനിക്ക് 1ാം ക്ലാസ് തൊട്ടുള്ള കൂട്ടാ അവള്, നിന്നെ വേണ്ടാന്ന് വെക്കാൻ എനിക്ക് പറ്റും, പക്ഷെ അവളെ വേണ്ടാന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് നിന്നെ ഞാൻ ഇവിടെ വെച്ച് ഉപേക്ഷിച്ചിരിക്കുകയാണ്, നിങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന്. അപ്പോഴേക്കും അവരുടെ പാരന്റ്സും വന്നു. അവരും പറയും ഇവരോട് ഇറങ്ങി പോകാനായിട്ട്. അങ്ങനെ ഇവനെ വഴക്ക് പറയുന്നതിന്റെ ഇടയ്ക്ക് അവൻ പറയും, അച്ഛാ അമ്മേ എനിക്കിപ്പോ വഴക്ക് കേൾക്കാനുള്ള ഒരു മൂഡൊന്നുമല്ല, ഞാൻ അവാർഡ് നൈറ്റിന് വരുന്നില്ല, ഞാൻ അത്രമാത്രം വിഷമിച്ചിരിക്കുകയാണെന്ന്. എന്നാൽ ഇവന്റെ അച്ഛനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ മോനും സൂപ്പർ ഹീറോ ആണെന്ന് ആ വേദിയിൽ വെച്ച് അനൗൺസ് ചെയ്യാനായിട്ട്. പക്ഷെ അതിന് വില്ലിനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൻ ലൈലയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലൈലയാണെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഒത്തിരി തവണ വിളിക്കാൻ ശ്രമിക്കും. ആ ചൈനീസ് റെസ്റ്റോറന്റിലും പോകും. അവിടെ വെച്ച് വാറനെ ഇവൻ മീറ്റ് ചെയ്യും. വാറൻ പറയും, എനിക്ക് നിന്റെ അടുത്ത് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, അതൊക്കെ ഞാൻ വിട്ടു, പിന്നെ നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, ലൈലയ്ക്ക് നിന്നെ ഇഷ്ടമാണ്, അവളത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവള് നിന്നെ കാണിക്കാൻ വേണ്ടിയാ എന്റെ കൂടെ കറങ്ങി നടക്കുന്നേന്ന്. ഇവിടെ സ്കൈ ഹൈയിലെ കാര്യം നോക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം അവാർഡ് നൈറ്റ് ആണ്. എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വില്ലിനെ കാണിക്കാൻ വേണ്ടി ലൈല ഇപ്പോഴും വാറിന്റെ കൂടെ ഒക്കെ തന്നെ നടക്കുന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ കമാൻഡറും ജെറ്റ് പാക്കും കൂടെ വരുന്നത്. പോകുന്നതിന് മുന്നായിട്ട് ജെറ്റ് പാക്ക് മോന് ബോറടിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ പണ്ടത്തെ ആൽബം ഒക്കെ അവന് കൊടുത്തിട്ടാണ് പോകുന്നത്. അച്ഛനും അമ്മയും പോയി കഴിഞ്ഞ് ഇവൻ ആ ആൽബം എടുത്ത് നോക്കുമ്പോഴാണ് അന്ന് കാണാതായ ടെന്നി എന്ന് പറയുന്ന ആ പെണ്ണിനെ പറ്റിയിട്ട് ഇവൻ കൂടുതൽ റിസർച്ച് ചെയ്യുന്നത്. അവളെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഗവന്നിനെ പോലെയുണ്ട്, നോക്കുമ്പോൾ പെസിഫയറും കാണുന്നില്ല. അപ്പൊ ടെന്നിയുടെ മോളാണോ ഗവന്ന്? അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായി. അവൻ റോണിനെ വിളിക്കും. ഇവിടെ ജെറ്റ് പാക്കും കമാൻഡറും വന്ന ഉടനെ തന്നെ അവിടെ ആ ഒരു അവാർഡ് നൈറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ഇവർക്ക് വേണ്ടിയുള്ള അവാർഡ് കൊടുക്കാൻ വേണ്ടി അതിനു മുന്നേ ഒരു പ്രസംഗത്തിനായിട്ട് ഗവന്നിനെ വിളിക്കുന്നു എന്ന് പ്രിൻസിപ്പൽ പറയും. ഗവൻ വന്നിട്ട് നിങ്ങളെക്കാൾ വലിയൊരു സൂപ്പർ ഹീറോ ഇവിടെയുണ്ട്, അത് ഞാനാണെന്ന് പറഞ്ഞ് അവളുടെ യഥാർത്ഥ സ്യൂട്ട് അങ്ങോട്ട് എടുത്തിടുകയാണ്. അവളുടെ കയ്യിൽ പസിഫയറും ഉണ്ടായിരുന്നു. ഈ പസിഫയർ എങ്ങനെ ഇവൾക്ക് കിട്ടിയെന്നൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. പസിഫയറിന്റെ പവർ എന്താന്ന് വെച്ചാൽ അതിൽ നിന്ന് വരുന്ന ബീം ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായി മാറും. അവിടെ വന്നിട്ടുണ്ടായിരുന്ന എല്ലാ സൂപ്പർ ഹീറോസിനെയും ഇവള് ആ ഒരു ബീം യൂസ് ചെയ്തിട്ട് കൊച്ചു കുഞ്ഞുങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നവരെയൊക്കെ തന്നെ ഇവളുടെ ഫ്രണ്ട്സ് അവിടെ ട്രാപ്പ് ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആ സമയത്താണ് നമ്മുടെ വില്ല് അവിടേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മുടെ വില്ലിന്റെ ഫ്രണ്ട്സ് അവിടുത്തെ പൈപ്പ് ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്.
ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ സപ്പോർട്ട് എടുക്കണം എന്ന് റോണിന്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഇവൻ അവിടെ എത്തിയതും ഫ്രണ്ട്സിനെ കണ്ട് ഇവൻ നടന്ന കാര്യങ്ങൾ പറയാൻ വരുമ്പോഴേക്കും അവര് പറയും, അതെ ആ ഗ്വെൻ ഉണ്ടല്ലോ, അവൾ ആ ടെന്നിയുടെ മോളാണ് പസിഫയർ യൂസ് ചെയ്തിട്ട് നിന്റെ പാരന്റ്സ് അടക്കം എല്ലാവരെയും കൊച്ചു കുഞ്ഞുങ്ങളാക്കി മാറ്റിയെന്ന്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി ഇവിടെ വരുമ്പോഴേക്കും അവൾ ഇതൊക്കെ ചെയ്തോ. എന്തായാലും ലൈല, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ആ ഒരു സമയത്ത് അവൻ പറയും. അതെന്ത് ലോജിക്കാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവിടെ ആ ഗ്വെന്നിനെയും തടുക്കണം, അവന്റെ ഫ്രണ്ട്സിനെയും തടുക്കണം. അതിനു വേണ്ടിയിട്ട് ഇവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്നിച്ച് പിന്നെ അങ്ങോട്ടുള്ളത് ഫൈറ്റ് ആണ്, ക്ലൈമാക്സ് ഫൈറ്റ് ആണ്. ഇവിടെ പ്രത്യേകിച്ച് കഥയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതായത് ഇവന്റെ ഫ്രണ്ട്സ് അവളുടെ ഫ്രണ്ട്സിനെയും ഒതുക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഇത്രയും നേരം ഒരു ചെറിയ പവർ എന്നുള്ള രീതിയിൽ ഇരുന്നിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവിടെ സൂപ്പർ പവർ പോലെ അവർ യൂസ് ചെയ്യുന്നുണ്ട് സൈഡ് കിക്ക്. ഇതിന്റെ ഇടയിൽ മറ്റൊരു കാര്യം റിവീൽ ആവും. ഈ ഗ്വെൻ ശരിക്കും ടെന്നിയുടെ മോളല്ല. അന്ന് ഈ പസിഫയർ യൂസ് ചെയ്തിട്ട് ഇവള് കൊച്ചു കുഞ്ഞായി പോയി. പിന്നീട് ഇവളെ ഇപ്പൊ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഇവളുടെ അച്ഛൻ ആ കുഞ്ഞിനെ വളർത്തിയിട്ട് വീണ്ടും ഇപ്പൊ അവള് വലുതായതാണ്. അതായത് ഇവള് തന്നെയാണ് ടെന്നി. അയ്യേ മുതുക്കിളവെയാണ് ഞാൻ ഡേറ്റ് ചെയ്തെന്ന് പറഞ്ഞ വില്ല് അങ്ങോട്ട് വരും. പിന്നെ നമ്മുടെ വില്ലും ഗ്വെന്നും തമ്മിലുള്ള ഒരു കിഡിലൻ ഫൈറ്റ് ആണ് അവിടെ നടക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ഇവന്റെ ഫ്രണ്ട്സിന്റെ ആ ഒരു പവർ നമുക്ക് കാണാൻ പറ്റും. സ്ലൈം ബോയ് എല്ലാവരും സ്ലൈം ചെയ്യിപ്പിച്ച് വിടുന്നുണ്ട്. പിന്നെ നമ്മുടെ ലൈലയുടെ ശരിക്കുള്ള പവർ എന്താണെന്ന് ഈ ഒരു ടൈമിലാണ് മനസ്സിലാവുന്നത്. നമ്മുടെ ലൈലയുടെ ഒക്കെ സൂപ്പർ പവർ കറക്റ്റ് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അവൾക്ക് പ്ലാന്റ്സിനെ ഒക്കെ വൈൽഡ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് വെച്ച് ഗ്വെന്നിന്റെ ഫ്രണ്ട്സ് പറയും, ഗ്വെന്ന് അവിടെ ഒരു മെഷീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്കൈ ഹൈ നിൽക്കുന്നത് ആന്റി ഗ്രാവിറ്റേഷൻ ഫോഴ്സിലാണ്. അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെഷീൻ. ആ മെഷീൻ എങ്ങനെയെങ്കിലും ഡിഫ്യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മജന്ത ഇപ്പൊ എലിക്കുട്ടിയുടെ രൂപത്തിൽ പോകുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ഗ്വെന്നുമായിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മുടെ വില്ല് ഇവിടുന്ന് താഴെ വീഴും. പക്ഷെ അപ്പോഴാണ് അവന്റെ അടുത്ത പവർ റിവീൽ ആവുന്നത്. അവന് പറക്കാനും പറ്റുമായിരുന്നു. അച്ഛന്റെ സൂപ്പർ പവറും അമ്മയുടെ ഫ്ലൈയിങ് പവറും. അങ്ങനെ ഇവരെല്ലാ കാര്യങ്ങളും സെറ്റ് ആയെന്ന് വിചാരിച്ചിരിക്കെ ഗ്വെൻ ആവട്ടെ ആ മെഷീൻ അങ്ങോട്ട് ഓൺ ചെയ്യാണ്. അതായത് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ആ സ്കൈ ഹൈ എന്ന് പറയുന്ന സ്കൂള് നേരെ താപ്പോട്ട് വന്ന് നിലം പതിക്കാനായിട്ട് പോവാണ്. മച്ചെന്താ പെട്ടെന്ന് ആ വയർ കട്ട് ചെയ്യുക, അത് ഡിഫ്യൂസ് ചെയ്യുക എന്നെല്ലാം ഫ്രണ്ട്സ് പറയുന്നുണ്ട്. നമ്മുടെ വില്ലാവട്ടെ ഇതിങ്ങനെ താങ്ങി പിടിച്ച് നിൽക്കുകയാണ്. അവനെ കൊണ്ട് പറ്റുന്ന പോലെ അവനത് പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ താഴേക്ക് അത് വന്ന് പതിക്കുമ്പോഴേക്ക് അവൾ ആ വയർ കട്ട് ചെയ്യും, ആ മെഷീൻ ഡിഫ്യൂസ് ആവും. അങ്ങനെ നമ്മുടെ വില്ല് വീണ്ടും ഈ ഒരു സ്കൈ ഹൈ മുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റായി. നമ്മുടെ മെഡുല്ല സാറ് ആ പസിഫയർ യൂസ് ചെയ്ത് സൂപ്പർ ഹീറോസിനെയൊക്കെ തന്നെ തിരിച്ച് അവരുടെ രൂപത്തിലേക്ക് മാറ്റും. പസിഫയർ നശിപ്പിച്ചും കളയും. അച്ഛനോടും അമ്മയോടും ഇവൻ വന്ന് സോറി പറയുമ്പോ, നിന്റെ പ്രായത്തില് ഞങ്ങൾ ഇതിലപ്പുറം ചെയ്തതാ, അതുകൊണ്ട് നീ നിന്റെ പവേഴ്സ് മനസ്സിലാക്കിയില്ലേ, അവളെ തോൽപ്പിച്ചില്ലേ, വലിയ കാര്യം എന്ന് പറയും. അന്നേരം നമ്മുടെ മിസ്റ്റർ ബോയ് സാറ് ഇവർക്ക് അവാർഡ് കൊടുക്കുമ്പോൾ അത് വാങ്ങിയ അച്ഛനും അമ്മയും നിങ്ങളാണ് പിള്ളേരെ സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞ് അവർക്ക് ആ അവാർഡ് അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് പണ്ടത്തെ ആ സൈഡ് കിക്കിനോട് യാത്രയും പറഞ്ഞ് ഇവരിവിടുന്ന് പോവുകയും ചെയ്യും. ഇവിടെ ആവട്ടെ പ്രിൻസിപ്പല് ഇവിടെയുള്ള വില്ലന്മാരെ സകലതിനെയും ഡിറ്റൻഷൻ റൂമിലേക്കാക്കും. എന്നിട്ട് പാർട്ടി അങ്ങോട്ട് ഓണാവും. ഈ സമയത്ത് അവിടെ എല്ലാവർക്കും ഓരോരോ പേരുള്ളതായിട്ട് കാണാം. നമ്മുടെ വാരനും പിന്നെ ഒരു കോൾഡ് ഗേളും ഉണ്ട്, പിന്നെ സാക്കും മജന്തയും, അതിന്റെ കൂടെ വില്ലും ലൈലയും. അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ഹാപ്പി സീനോട് കൂടിയിട്ടാണ് സ്കൈ ഹൈ എന്ന 2005 ഈ ഒരു സൂപ്പർ ഹീറോ മൂവി അവസാനിക്കുന്നത്.